ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഇഫ്താർ വ്ളോഗാണ്. അപ്പം ഇഫ്താർ വ്ളോഗ് എന്ന് പറയുമ്പം ഇത് നമ്മൾക്കിടെ നോമ്പ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം വിളിച്ചിട്ട് ഒരു ഇഫ്താർ പാർട്ടി കൊടുക്കലാണ്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ ലിസ്റ്റൊക്കെ ആക്കി വാങ്ങിച്ചു വന്നിട്ടുണ്ട്. ഒക്കെ വാങ്ങിച്ചു വന്നു. അപ്പം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് സെറ്റാക്കി വെക്കില്ല, ഒന്ന് ജസ്റ്റ് കവർന്നൊക്കെ എടുത്തിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പം കുറച്ച് നേരത്തെ തന്നെ പണി തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹെൽപ്പിന് ഇക്ക കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ആണ് കേട്ടോ നമ്മുടെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഇപ്പം കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഒരു ഈ നോമ്പ് തുറക്കുന്ന ടൈമിൽ ഭയങ്കര തിരക്കായി പോവില്ലേ. അപ്പം എത്ര നേരത്തെ തുടങ്ങിയാലും എന്നാലും തിരക്കായിരിക്കും അല്ലേ മിക്കപ്പോഴും. ആ ഒരു എല്ലാ പരിപാടിയും നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഒന്ന് രണ്ട് പേരൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് തീർന്നു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ജ്യൂസിന് പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പച്ചയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒന്ന് പഴുത്ത് വരുന്നുണ്ട്, എന്നാലും ശരിക്കും അങ്ങോട്ട് പഴുത്തിട്ടില്ല. ആ ഒരു നല്ല പഴുപ്പ് വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര പുളിയാണ് കേട്ടോ ഉള്ളിൽ. അപ്പം ഇതുവരെ ചീത്തയായിട്ടില്ല. സാധാരണ അതൊരു നമ്മൾ ആ ഒരു കറയെല്ലാം പോക്കിക്കഴിഞ്ഞാലും ചിലപ്പോൾ അങ്ങ് ആ ഒരു ചീത്തയായി പോവില്ല, ആ ഒരു മൂക്ക് ഭാഗമൊക്കെ. അപ്പോൾ ഇതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പം പേപ്പറിലൊക്കെ ഇപ്പോൾ അതിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ കുക്കിംഗ് പരിപാടി ഓരോന്നോരോന്നായിട്ട് ചെയ്യണം. അപ്പം ബീഫ് കറിയാണ് ഒന്ന്, പിന്നെ അപ്പോൾ ബീഫ് വെക്കുമെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു മീറ്റൊക്കെ ഞാൻ കഴുകി കൊടുക്കുകയാണ്. പിന്നെ ചിക്കൻ കറിയും കൂടി ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്നത് നോർത്ത് ഇന്ത്യൻസാണ് കേട്ടോ. അപ്പം അവർ ചിലപ്പം അവർക്ക് നമ്മുടെ സ്റ്റൈലായിരിക്കില്ലല്ലോ, അവരുടെ ആ ഒരു ഇഫ്താറൊക്കെ വേറൊരു സ്റ്റൈലാണ്. അപ്പം അതിൽ ബീഫ് കഴിക്കാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചിക്കൻ കൂടി ആക്കുന്നുണ്ട് കേട്ടോ. ഇനി ചിക്കൻ കഴിക്കാത്തവരും ഉണ്ട് കേട്ടോ. അപ്പോൾ വെജ് കഴിക്കുന്നവരും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ ആ ഒരു നോമ്പിൻ്റെ ടൈമിൽ നമ്മൾ ഈ വെജ് കുറവായിരിക്കുമല്ലോ. അപ്പം പനീർ നമ്മൾ എന്തെങ്കിലും കറി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ വെജിനുള്ള ആ ഒരു പനീർ കറി നമ്മൾ പുറത്ത് വാങ്ങിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കുറച്ച് മാത്രമേ ആക്കിയെടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് ആക്കിയിട്ട് വെറുതെ വേസ്റ്റ് ആയി പോകണ്ടല്ലോ. അപ്പം അതുകൊണ്ട് കുറച്ച് മാത്രം ഉണ്ടാക്കി വെക്കുകയാണ്. പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കണ്ടേ, അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതങ്ങ് തീർന്നോളും. അപ്പം പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവർ ഒരുപാടങ്ങ് നോൺ വെജ് കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ ഒരു ബീഫിന് അത്യാവശ്യം നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത് കഴുകി ഒന്ന് ക്ലീനാക്കി എടുക്കാൻ കേട്ടോ. കുറച്ചധികം സമയം എടുത്തിട്ടുണ്ട് ക്ലീനാക്കി എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാൻ. അങ്ങനെ ഫൈനലി നമ്മുടെ ബീഫ് എല്ലാം ക്ലീനാക്കി കഴിഞ്ഞു കേട്ടോ. ഇത് ക്ലീനാക്കുമ്പോഴത്തേക്കും എൻ്റെ പകുതി എനർജി അവിടെ തീർന്നിട്ടുണ്ട്. ഇവിടെ ഒരാൾ നല്ല തകൃതിയായിട്ട് കറിയെല്ലാം വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ മസാലയെല്ലാം ഏകദേശം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം അങ്ങോട്ട് തട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു, ഇപ്പം കുറച്ചായി കിച്ചണിൽ അങ്ങനെ വരാറില്ല. അപ്പം ഒരു ചെറിയ ടെൻഷനൊക്കെ ആകുന്നുണ്ട്, റെഡി ആവോ ഇല്ലേന്ന്. നമ്മൾ മാത്രമാകുമ്പം അത്ര കുഴപ്പമില്ലല്ലോ. അപ്പം ഇതിപ്പോൾ നമ്മൾ ഗസ്റ്റും കൂടി വരുമ്പോൾ നല്ലതായിട്ട് ഉണ്ടാക്കണമല്ലോ. ഇനിയിപ്പോൾ ഞാനിപ്പുറത്ത് നമ്മുടെ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉള്ള മാവൊക്കെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഈ പത്തിരി പുട്ടൊക്കെ ബംഗാളിലും ഉണ്ടാക്കാറുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു തവണ ഈ മുൻപ് ഇഫ്താർ പാർട്ടിക്ക് പോയപ്പം അവരെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ ഈ റൈസ് റൊട്ടി പത്തിരി. അപ്പോൾ പത്തിരി അവർ നല്ല പലയിൽ വെച്ചിട്ട് പരത്തിയിട്ടൊക്കെ ഉള്ള ആ ഒരു പത്തിരി തന്നെ അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.
പിന്നെ എപ്പോഴും ഉണ്ടാക്കില്ല, അങ്ങനെ വിശേഷമുള്ള ടൈമിലൊക്കെ അല്ലേ, ഈദ് അങ്ങനത്തെ ടൈമിലൊക്കെ ഉണ്ടാക്കാറുള്ളത്. നമ്മുടെ നാട്ടിൽ ഇപ്പം മലബാർ ഏരിയയിലൊക്കെ എപ്പോഴും പത്തിരി ആയിരിക്കും അല്ലേ. അപ്പം എൻ്റെ വീട്ടിൽ ഇപ്പോൾ നമ്മുടെ സൈഡിലൊക്കെ എപ്പോഴും പത്തിരിയാണ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയാണ്, അപ്പം വേണമെങ്കിൽ രാത്രി ഡിന്നറിനൊക്കെ പത്തിരി ആയിരിക്കും. പിന്നെ ഇതാ ചിക്കന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഫ്രൈ ആക്കുന്നില്ല, ഇതൊക്കെ നമുക്ക് ആ ഒരു ടൈമിൽ ചൂടോടെ ഫ്രൈ ആക്കി കൊടുക്കുന്നതല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പം അതൊക്കെ നമ്മൾ നോമ്പൊക്കെ തുറന്ന ശേഷം ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഉള്ളിക്ക് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്നാക്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ചിക്കൻ ഇന്ന് തേങ്ങ അരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു സ്റ്റൈലിലുള്ള ഒരു നോമ്പ് പറയാം കേട്ടോ നമ്മളിപ്പോൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പം അവരുടെ സ്റ്റൈലെന്ന് പറയുമ്പോൾ ഇതൊന്നുമല്ല കേട്ടോ, അവരുടെ സ്റ്റൈൽ ഒരു വേറെ സ്റ്റൈൽ തന്നെയാണ്. അപ്പം നമ്മൾ ടേസ്റ്റ് അവർക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കാം അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ അതിൽ മാറ്റം വരുത്താനൊന്നും പോയിട്ടില്ല. അപ്പോൾ എങ്ങനെയാണോ നമ്മുടെ ഇഫ്താർ പാർട്ടിക്ക് വിരുന്നൊരുക്കൽ ആ ഒരു രീതി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ സ്നാക്സിനുള്ള ചിക്കനൊക്കെ അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓരോ ഐറ്റം റെഡിയായി വരുമ്പോഴും മനസ്സിലൊരു വല്ലാത്തൊരു ആശ്വാസമാണ് കേട്ടോ. ഇന്നത് റെഡി ആയല്ലോ, ഇനി കുറച്ചുകൂടിയല്ലേ ഉള്ളൂ എന്നുള്ളത്. ഇതിപ്പോൾ നോമ്പാവുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ തന്നെ എത്തിക്കണമല്ലോ. അപ്പം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയാൽ ശരിയാവില്ലല്ലോ. ആ ഒരു സമയത്ത് നമ്മൾ എന്തായാലും ഉണ്ടാക്കിയെടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും നമുക്കൊരു ടെൻഷൻ എന്തായാലും ഉണ്ടാവില്ല, ഉള്ളിലൊരു ബേജാറ് എന്തായാലും ഉണ്ടാവും. സമൂസൻ്റെ ഫില്ലിംഗ് എല്ലാം ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലോട്ടൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് കേട്ടോ. ഇതിപ്പം നമ്മുടെ ഷീറ്റാണ് കേട്ടോ, സമൂസൻ്റെ ഷീറ്റ്. അപ്പോൾ അതിൽ കുറച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഇതുപോലെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക, ഒന്ന് കട്ടാക്കി എടുക്കുക കേട്ടോ. ഇതിപ്പം കുറച്ച് വലുതാക്കി കട്ട് ചെയ്തിട്ടാലും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമുക്കിത് പൊടിച്ചിട്ട് അതിലോട്ട് ആ ഒരു മസാലയിലോട്ട് ചേർക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് നമ്മുടെ 6 നമ്പറൊക്കെ ഇല്ലേ അതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇത് ഫ്രൈ ആക്കി അത്ര എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ, ആ ഒരു ക്രിസ്പി ഉള്ളതുകൊണ്ട്. അപ്പോൾ അവരത് എടുത്തതുകൊണ്ട് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അപ്പം ബാക്കി ഞാൻ ഇതിലോട്ട് പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട്. ഓവർ ഫൈനായിട്ടൊന്നും പൊടിക്കേണ്ട കേട്ടോ, ജസ്റ്റ് ഒരു ക്രഷ് ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ നമ്മുടെ മസാല കുറച്ചും കൂടി ഒരു വിട്ട് കിട്ടും. ഈ കുഴഞ്ഞിരിക്കുന്ന മസാലയൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഇത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ അത് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഓവർ കരിഞ്ഞു പോകരുത്, അപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്താൽ നമ്മുടെ സമൂസയ്ക്ക് കുറച്ചും കൂടെ ആ ഒരു മസാല കുറച്ച് എനർജറ്റിക് ആയിട്ടിരിക്കും. കുറച്ച് ഇങ്ങനെ വിട്ട് മനസ്സിലായിട്ടുണ്ടാവല്ലോ. അപ്പോൾ ആ മസാലയും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ മൊത്തത്തിൽ നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു 4 സ്നാക്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് സമയം പോലെ ഇരിക്കും കേട്ടോ. അതുപോലെ തന്നെ സമയം പോലെ ഇരിക്കും വീഡിയോ എടുക്കൽ. എത്രത്തോളം നടക്കുന്നറിയില്ല. ചിലപ്പം അധികം അങ്ങോട്ട് എത്തുമ്പോൾ വീഡിയോസൊന്നും ഉണ്ടാവില്ല. തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് ക്യാമറ മാറ്റി കളിക്കാനുള്ളൊരു സമയം കിട്ടില്ലല്ലോ. അപ്പം ഇനിയിപ്പോൾ ഞാൻ ബലൂൺ ഷവർമ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള ഈസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പം കുറച്ച് വെള്ളക്കടലയില്ലേ അതുകൂടി ഇത് വെച്ചിട്ടൊരു ചാറ്റ് ഉണ്ടാക്കാനായിരുന്നു. ഇത് ഇതുപോലെ എന്തെങ്കിലും ഒരു ചാറ്റ് അവരുടെ നോമ്പ് തുറയിൽ കാണാറുണ്ട്. അപ്പം അവരതേപോലെ ഓയിലി ഫുഡ് കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ചാറ്റും കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം ഇതിനുള്ള സമയം എനിക്ക് കിട്ടുമോയെന്നറിയില്ല. എന്നാലും ഞാനിതൊന്ന് കുക്ക് ചെയ്ത് വെക്കുകയാണ്, പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കാമെന്നുള്ള ആ ഒരു ഇതിൽ. നമ്മുടെ ഈ സ്നാക്സ് ഫ്രൈ ആയിട്ടുള്ള സ്നാക്സ് നിർബന്ധമുള്ള പോലെയാണ് അവർക്ക് പൊരിയില്ലേ, നമ്മുടെ ഈ ഉത്സവത്തിനൊക്കെ കിട്ടുന്ന ആ ഒരു വെള്ളപ്പൊരിയില്ലേ അത്. അപ്പം അതവരുടെ ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂട്ടിയാണ് ഇത് കഴിക്കുക. അപ്പോൾ ഇതാ ഇക്കൻ്റെ സ്പെഷ്യൽ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളം പോലെ തോന്നുന്നെങ്കിലും അത് നന്നായിട്ടൊന്ന് കുറുകി വരാനുണ്ട്. ഇനിയിപ്പോൾ ഇടിയപ്പത്തിനുള്ള പരിപാടിയൊക്കെ നോക്കാനുണ്ട്. ഏകദേശം ഇങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇടിയപ്പത്തിന് നമ്മൾ പറയുന്നത് നൂൽപുട്ടെന്നാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പറയുക. ഓരോ സ്ഥലത്ത് ഓരോന്നാണെന്ന് തോന്നുന്നു. ഇടിയപ്പം എന്ന് പറയും, നൂൽപുട്ടെന്ന് പറയും. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ അത് ഇന്ന് സാധാരണ ഞാൻ ആ ഒരു ഇഡ്ഡലിയുടെ തട്ടിലാണ് ഉണ്ടാക്കൽ. അപ്പം ഇന്ന് അതിൻ്റെ ഷേപ്പൊന്ന് സാധാരണ നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുക നമ്മുടെ ആ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട്
ആ ഒരു റൗണ്ടിൽ പരത്തി ഒരു ഏകദേശം ഒരു പത്തിരിയുടെ ആ ഒരു രൂപത്തിലാണല്ലോ കിട്ടുക. അപ്പോൾ അതുപോലെ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം പ്ലേറ്റ് ഇപ്പോൾ വാങ്ങിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പറിൽ ഞാനൊന്ന് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ മുത്തു, അതായത് ഉപ്പാൻ്റെ ഏട്ടൻ്റെ ഭാര്യ, അവരുണ്ടാക്കുന്നത് അത് ഇതുപോലെ ചുറ്റിയിട്ട് വീശിയെടുത്തിട്ട് നമ്മളെ പുട്ടും കുറ്റിയില്ലേ അതിലാണ് കേട്ടോ ഉണ്ടാക്കൽ. നല്ല ഭംഗിയാണ് കാണാൻ. ആ ഒരു ഷേപ്പിൽ അതധികം കാണാത്തതുകൊണ്ട് തന്നെ അങ്ങനെ അത് കാണുമ്പോൾ ഒരു ഭയങ്കര യുണീക്കായിട്ട് തോന്നാറുണ്ട്. ഇങ്ങനെ ആക്കുമ്പോൾ ഒരുപാട് നൂൽപുട്ട് നമുക്ക് ഒറ്റ തവണ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും തോന്നുന്നില്ല കേട്ടോ. ഇപ്പോൾ ബട്ടർ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഒരു ഗ്രീസി ടൈപ്പാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ല. പിന്നെ ഇത് മേലെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെക്കുമ്പോൾ മേലെ വെക്കാറുണ്ട്. ഒന്ന് റാൻഡായിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം അതുകൊണ്ട് ഈ ഒരു പണി എളുപ്പം ആയിട്ട് തോന്നി. ഇനിയിപ്പോൾ അടുത്തതായിട്ട് പത്തിരി ആക്കിയെടുക്കാനുണ്ട്. അപ്പോൾ നൈസ് പത്തിരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഏറ്റവും കുറച്ച് പണിയുള്ളതെന്ന് വെച്ചാൽ ഒന്ന് പത്തിരി പണിയും പിന്നെ നമ്മുടെ ഡിന്നറിനേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കിയെടുക്കലാണല്ലോ. പത്തിരി പണിയാണല്ലോ കുറച്ചും കൂടെ നമുക്ക് ടൈം എടുത്ത് ചെയ്യേണ്ട പണിയല്ലേ. അപ്പം കുറച്ചധികം പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം ക്വാണ്ടിറ്റി തന്നെ ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പം പത്തിരി അതുകൊണ്ട് നേരത്തെ തന്നെ ആക്കി എടുക്കുന്നുണ്ട്. ഇടിയപ്പത്തിനും പത്തിരിക്കും ഒരേ മാവായതുകൊണ്ട് തന്നെ നമ്മുടെ പണി കുറച്ചും കൂടി ഒന്ന് സിമ്പിളാക്കി തരും. നിങ്ങളുടെയൊക്കെ വീട്ടിൽ നോമ്പിന് ഇതുപോലെ പത്തിരി മെയിനായിട്ടുള്ള ഒരു കാര്യമാണോ? അതുപോലെ ചില സ്ഥലങ്ങളിൽ തേങ്ങാപ്പാലും ഇതിൻ്റെ കൂടെ നിർബന്ധമായിട്ട് ഉണ്ടാവാറുണ്ട്. ആ ഒരു തേങ്ങാപ്പാൽ പത്തിരിക്കുമ്പോൾ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ. ഒന്ന് കഴിച്ചു നോക്കിയിട്ട് നോക്കണം. അപ്പോൾ അതിനിടയിൽ ഇത് നമ്മുടെ ഇടിയപ്പം കൂടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ആ ഒരു ഇടിയപ്പത്തിൻ്റെ പണി കൂടെ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാനുണ്ട്. അപ്പോൾ പത്തിരിയെല്ലാം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തന്നെ പെട്ടെന്നൊക്കെ ഒന്ന് ചുട്ടെടുക്കണം. അപ്പം സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 3 o'clock ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം വേഗം ചെയ്യണം, ഇല്ലെങ്കിൽ പിന്നെ ഹറിബറി ആവും മൊത്തത്തിൽ.
ഇവിടെ സമൂസയൊക്കെ ഒന്ന് റോൾ ചെയ്ത് തരുന്നുണ്ട്. അപ്പം ഞാൻ ഇത് റോൾ ചെയ്താൽ ഒരിക്കലും റെഡി ആവില്ല കേട്ടോ, ശരിയാവാറില്ല. എനിക്ക് ഈ സമൂസയും ഞാനായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം എപ്പം ഞാനിത് ചുറ്റിയാലും അത് എന്താ പറയുക, തീരെ അങ്ങ് നന്നാവില്ല. പിന്നെ എണ്ണയ്ക്ക് കയറുമല്ലോ നമ്മൾ, ഇതിനെന്തെങ്കിലും ഒരു ഹോൾ വന്നാൽ. അപ്പോൾ ഇക്കാണത് റെഡിയാക്കി തരുന്നത്. പിന്നെ ഈ ഒരു ഷീറ്റ് ഇക്കട ഉപ്പ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഉപ്പ നന്നായിട്ട് ഇതുപോലെ ഷീറ്റൊക്കെ ഉണ്ടാക്കാം. അപ്പം ഈ ഒരു ഷീറ്റും നമ്മുടെ ഷോപ്പിലെ ഷീറ്റും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഷീറ്റാണ് കുറച്ചും കൂടെ ഒരു ക്രിസ്പിനെസ് കൂടുതൽ നമ്മൾ സമൂസയൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഇതുപോലെ സ്പ്രിംഗ് ഷീറ്റും ഉണ്ടാക്കാറുണ്ട്. പിന്നെ മൈദയെല്ലാം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം മൈദ ഒരുപാട് അങ്ങോട്ട് ലൂസാക്കാണ്ട് ഒരു സ്റ്റിക്കായിട്ടുള്ള ആ ഒരു രീതിയിൽ വെച്ചിട്ടാണ് ഇത് നമ്മളൊന്ന് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ സൂപ്പർ ഫാസ്റ്റായിട്ട് പണി നോക്കണം കേട്ടോ. പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ പണി വാളും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പം നമ്മുടെ ബലൂൺ ഷവർമ്മക്കുള്ള കാര്യങ്ങളാണ് ചെയ്യണത്. അപ്പോൾ ഇതിന് ഡീറ്റെയിൽഡ് റെസിപ്പിയൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. അപ്പം അതിനുള്ള ടൈമില്ല കേട്ടോ. അതുകൊണ്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. സമയത്തിൻ്റെ ഒരു പരിമിതി മൂലം 2 എണ്ണമൊക്കെ വെച്ചിട്ട് ഫ്രൈ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ പാൻ ചെറുതായതുകൊണ്ട് തന്നെ ഈ ഒരു 2 എണ്ണമൊന്നും ഇതിൽ പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റിലത്തെ അറ്റംപ്റ്റ് കൊളായിട്ടുണ്ട്. അപ്പം പിന്നെ ഓരോന്ന് ഇട്ടിട്ട് തന്നെ എന്തായാലും ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പം ഇതിപ്പോൾ 2 എണ്ണം ആക്കിയതുകൊണ്ട് തന്നെ ഇത് പൊങ്ങിയൊന്നും വന്നിട്ടില്ല കേട്ടോ മര്യാദയ്ക്ക്. അപ്പോൾ അത് ഫ്ലോപ്പായിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത് ഞാൻ ഓരോന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കും. പക്ഷേ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. ഒരുപാട് ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഓവർ വെച്ചാൽ ഇത് കുറച്ചൊരു ഹാർഡായിട്ട് പോകും. അപ്പം ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലെ സീസൺ സീഡ് കുറച്ചൊക്കെ അങ്ങ് ഈ ഒരു ഓയിലിൽ ആവുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും അതങ്ങനെ തൊഴിഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇതുപോലെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ബാക്കി പണിയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നുണ്ട്. ഇനിയും എനിക്ക് അവിടെ കുറച്ചുകൂടി പണിയുണ്ട്. അപ്പം പഴം കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ഫില്ലിങ്ങൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് നമ്മുടെ ചിക്കനും ബജീസും കൂടിയുള്ള ഒരു മിക്സിങ്ങാണ്. ഷവർമ്മയുടെ ആ ഒരു ടേസ്റ്റ് വരുന്ന ആ ഒരു മിക്സിങ്ങാണ് കേട്ടോ.
ഇത് നമുക്ക് പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പം നമുക്ക് ഇതൊന്നും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കൂ കേട്ടോ. അടിപൊളിയാണ്, നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇനിയിപ്പോൾ തരിയൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാനൊന്ന് ഫ്രഷ് ആയി വന്നിട്ടുണ്ട്. ഭയങ്കര സ്വെറ്റിംഗ് ആണ് കേട്ടോ ഇപ്പം. അപ്പോൾ കിച്ചണിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ചൂടെടുക്കലും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒന്ന് ഫ്രഷായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ തരി ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ടൈമും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യലും കാര്യങ്ങളൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ നെയ്ബർ ഉണ്ട്, അപ്പോൾ അവർക്ക് നമ്മുടെ സ്നാക്സൊക്കെ ഒന്ന് കൊടുക്കുകയാണ്. അവർ ഇവിടെയുള്ള ആൾ തന്നെയാണ് കേട്ടോ, മാംഗ്ലൂരിലുള്ള ആൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് അവർക്ക് ഉള്ള കുറച്ച് സ്നാക്സ്, നമ്മുടെ കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ പേരുള്ളത് കൊണ്ട് താഴെയാണ് കേട്ടോ നമ്മുടെ ഇഫ്താറിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പം അതാകുമ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇരുന്ന് കഴിക്കാമല്ലോ. പിന്നെ നമ്മൾ ക്ഷണിച്ചവരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഉള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ വാട്ടർ മെലൺ വെച്ചിട്ട് ഈ ഒരു ഡ്രിങ്കും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മുഹബത്ത് ക ശർബത്തല്ല, അപ്പോൾ അതിൻ്റെ ആ ഒരു എസെൻസ് ഒഴിച്ചിട്ടില്ല കേട്ടോ. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും സെയിം തന്നെയാണ്. പിന്നെ ആ ഒരു എസെൻസിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട് അത് ഒഴിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു ഐസ് ബോക്സ് എന്നുള്ള ഈ ഒരു ഐസിൻ്റെ കളി, ഇത് എന്തെങ്കിലും തിരക്കുണ്ടാകുമ്പോൾ ഇതിങ്ങനെ തന്നെയാണ് കേട്ടോ, ഇതൊരിക്കലും വീഴില്ല. ഇല്ലെങ്കിൽ അത് തിരിച്ച് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അത് വീഴുന്നതാണ്. ഇപ്പം എങ്ങനെ കളിച്ചിട്ടും അത് വീഴുന്നില്ല കേട്ടോ. ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ തിരക്കിൽ ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളാണ്. അങ്ങനെ നമ്മുടെ നമസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ പുറത്തൊന്ന് ഇറങ്ങുകയാണ് കേട്ടോ. പുറത്ത് മീൻസ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവർക്കും ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ഏറ്റവും മേലുള്ള വ്യൂ ആണ് കേട്ടോ, അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് എല്ലാ സിറ്റി ഓൾമോസ്റ്റ് ഏകദേശം ഒക്കെ കാണാൻ പറ്റും. ഇതവർ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഇഫ്താർ വീഡിയോ. അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.